കഴിഞ്ഞ ദിവസം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി മാറിയത് തന്നെയാണ് ഷാഫി പറമ്പലിനെതിരായ പോലീസിന്റെ നടപടി. ഷാഫിയുടെ മൂക്കിൽ ഉൾപ്പെടെ പരിക്കേറ്റു എന്നുള്ളത് തന്നെയാണ്. 3 ശസ്ത്രക്രിയകൾ നടന്നു, 3 പൊട്ടലുകൾ ഉണ്ട് എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത്. എന്തായാലും ഇന്ന് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും വളരെ ശക്തമായ പ്രതിഷേധം അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും, സംസ്ഥാനം ഒട്ടാകെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഷാഫി പറമ്പലിനെതിരായ പോലീസ് നടപടിയിൽ ഇന്ന് സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് കോൺഗ്രസ്. സംഘർഷമുണ്ടായ പേരാമ്പ്രയിൽ UDF നേതൃത്വത്തിൽ വൈകിട്ട് 3 മണിക്ക് പ്രതിഷേധ സംഗമം നടക്കും. മൂക്കിന് പരിക്കേറ്റ ഷാഫി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഒരു എംപിക്ക് പോലും എന്നിട്ടാണ് അല്ല ഏത് തെണ്ടി പോലീസ് അത് നോക്കണം. ഏത് തെണ്ടി പോലീസ് നോക്കണം, ഒരു മര്യാദ വേണ്ടി നോക്കാം. മര്യാദ എന്ത് പറഞ്ഞത് ഇയാളെ ചോര പിടിച്ച ആരാണ് പറയാം. ഇതിൽ തോന്നിയ നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങി കേസ് ഇതെല്ലാം വീഡിയോ ഉണ്ട്, ആരിലുള്ള വീഡിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ അതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഇത് കൊണ്ടിട്ട് ഒരാവശ്യമില്ലാണ്ട് ഞാൻ തിരിച്ചുവിടുകയാണെന്ന് അറിയാം, പദവിയെടുക്കുകയാണെന്ന് അറിയാം, ഞാൻ നോക്കിക്കോളാൻ ഞാൻ പറയുന്നത്. നിങ്ങൾ ഇവിടെ വന്ന് മുത്തൂര് അപ്പോൾ ഇവിടെ മുത്തൂര് തിരിയുമ്പോഴേക്കല്ലേ ഇദ്ദേഹം അടിക്കുന്നത്. MP ഷാഫി പറമ്പിൽ പറയുന്നത് ആരാണ് പറയാം. നിങ്ങള് ഷാഫി പറമ്പിനകത്ത് ആരാണത്? ആരാണത്? തോന്നിയ ഞങ്ങളൊക്കെ നോക്കുന്നത് ആരൊക്കെ നമ്മുടെ വീട്ടിൽ തള്ളിയാണെന്ന് അറിയില്ല. ഈ മർദ്ദനത്തിനും ചോരയുടെയും പിന്നിലെ കാരണം നിങ്ങള് സ്വർണ്ണക്കടത്ത് മറച്ചുവെക്കാനുള്ള വ്യാമോഹമാണെങ്കിൽ രണ്ടിനും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇതിലും വലിയ പരാജയം പേരാമ്പ്രയിൽ നിങ്ങൾക്കുണ്ടായിരിക്കുമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. 2, എന്തിനെ കൊണ്ട് വാർത്ത മറച്ചാലും ഈ സ്വർണം കേട്ടവരെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും എന്നും പറയാൻ ആഗ്രഹിക്കുന്നു. 3, പോലീസിനോട് ശമ്പളം പാർട്ടി ഓഫീസിൽ നിന്നല്ല, ആ ഓർമ്മ വേണം. ഇപ്പൊ ചെയ്ത പണിക്കുള്ള മറുപടി അത് ഞങ്ങൾ നൽകുന്നതായിരിക്കും. ഷാഫിക്കെതിരെ പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധം രാത്രി വരെ നീണ്ടുനിന്നു. കോഴിക്കോടും തിരുവനന്തപുരത്തും മാർച്ചിനിടെ സംഘർഷമുണ്ടായി. പേരാമ്പ്ര CKG കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ് CPM UDF പ്രകടനത്തിലേക്കും പിന്നീട് സംഘർഷത്തിലേക്കും നയിച്ചത്. DYSP അടക്കം പോലീസുകാർക്കും പരിക്കേറ്റു. സനീഷ് കുമാർ ചേരും കൂടുതൽ വിശദാംശങ്ങളുമായി. അനീഷ്, ഇന്ന് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും അതിശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇന്നലെ രാത്രി തന്നെ കോൺഗ്രസ് അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് പലയിടങ്ങളിലും, ഇപ്പോൾ കോഴിക്കോടാവട്ടെ, തിരുവനന്തപുരം, എറണാകുളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസ് പ്രതിഷേധ പരിപാടിയുമായിട്ട് ഇന്നലെ രാത്രി തന്നെ രംഗത്തിറങ്ങുകയും ചെയ്തു. ഇന്ന് പുലർച്ചെ SFIയും KSU പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തു. ഇത് ഇന്നത്തെ ദിവസം എത്രമാത്രം നിർണായകമാണ്, അതോടൊപ്പം തന്നെ ഇതിൻ്റെ തുടർന്നുള്ള പ്രശ്നങ്ങൾ ഇത് രാവിലെ തന്നെ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കോൺഗ്രസിൻ്റെ ഇന്നത്തെ പ്രതിഷേധ സ്വഭാവം എങ്ങനെയായിരുന്നു?
ഹരി, ഇന്നലെ അർദ്ധരാത്രിയും അല്ലെങ്കിൽ പുലർച്ചെ വരെ നീളുന്ന പ്രതിഷേധമായിരുന്നു സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും ഉണ്ടായത്. കോഴിക്കോട്ടും പ്രകോപിതരായ പ്രവർത്തകർ ഈ ഫ്ലെക്സ് ബോർഡുകൾ തകർക്കുകയും ട്രാഫിക് ബാരിക്കേഡുകളും മറ്റും നശിപ്പിക്കുകയും കമ്മീഷൻ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു. കമ്മീഷൻ ഓഫീസിന്റെ ഗേറ്റിനും മറ്റും തകരാർ സംഭവിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് വളരെ പണിപ്പെട്ടാണ് നേതാക്കൾ പ്രവർത്തകരെ ശാന്തമാക്കുകയും തിരിച്ചയക്കുകയും ചെയ്ത് ഇന്ന് രാവിലെ 9:30 നടക്കാവിലെ IG ഓഫീസിലേക്ക് UDF മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വലിയ ബഹുജന പങ്കാളിത്തം ഇന്നത്തെ മാർച്ചിൽ ഉണ്ടാകുമെന്നാണ് DCC പ്രസിഡന്റ് അടക്കമുള്ളവർ അറിയിച്ചത്. ഇന്നലെ രാത്രിയായിട്ട് പോലും നിരവധി പേരാണ് ഷാഫി പറമ്പിലിന് മർദ്ദനമേറ്റതിൽ പ്രതിഷേധിച്ച് തെരുവിൽ ഇറങ്ങിയത്. അതുകൊണ്ട് ഇന്നും ആ പ്രതിഷേധത്തിന്റെ വീര്യം കൂടും. കൂടുതൽ ആളുകൾ പ്രക്ഷോഭ രംഗത്ത് എത്തും. നേരത്തെ ഈ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള ഒരു ക്യാമ്പ് ഇന്ന് പ്രഖ്യാപിച്ചിരുന്നു. ആ ക്യാമ്പ് ഉച്ചതിരിഞ്ഞെങ്കിലും നടക്കുമെന്നാണ് ഇന്നലെ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ആ ക്യാമ്പ് പൂർണ്ണമായും ഉപേക്ഷിച്ചുകൊണ്ട് ഈ ഷാഫിക്ക് മർദ്ദനമേറ്റ വിഷയത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് കൂടുതൽ ഊന്നൽ നൽകാൻ DCCയും ഒരുങ്ങുകയാണ്. AICC നേതാവ് KC വേണുഗോപാൽ MP അടക്കമുള്ളവർ ഇന്നെത്തുന്നുണ്ട്. അദ്ദേഹമായിരുന്നു ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യേണ്ടത്. എന്തായാലും KC വേണുഗോപാൽ അടക്കമുള്ളവർ കോഴിക്കോട് ജില്ലയിലേക്ക് ഇന്ന് എത്തുന്നുണ്ട്. KPC പ്രസിഡന്റ് അടക്കമുള്ള മുതിർന്ന നേതാക്കളും എത്തും. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് പേരാമ്പ്രയിൽ വെച്ച് UDFന്റെ ഒരു മഹാപ്രതിഷേധ സംഗമം നടക്കുന്നുണ്ട്. ആ ചടങ്ങിലേക്ക് ഈ നേതാക്കളെല്ലാം എത്തും. രാവിലെയും പ്രധാനപ്പെട്ട നേതാക്കൾ IG ഓഫീസ് മാർച്ചിന് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇന്ന് പുലർച്ചെയും SFI KSU പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. നേരത്തെ പേരാമ്പ്ര കോളേജിലെ വിദ്യാർത്ഥി സംഘർഷത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞ വിദ്യാർത്ഥികൾ ഇരുവിഭാഗത്തിൻ്റെയും ഉണ്ടായിരുന്നു. ഇവരെ കാണാനെത്തിയ ചില പ്രവർത്തകർ തമ്മിൽ പരസ്പരം കയ്യേറ്റമുണ്ടാവുകയും പിന്നീട് ആ KSU വിദ്യാർത്ഥികളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് ഇന്ന് പുലർച്ചെ തന്നെ മാറ്റുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ ഏറ്റുമുട്ടലുകളും സംഘർഷങ്ങളുമൊക്കെ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. പേരാമ്പ്ര കോളേജിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നങ്ങൾ തുടരുകയും ചെയ്ത് അവിടെ ചെയർമാൻ സീറ്റിലേക്ക് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം KSU സ്ഥാനാർത്ഥി വിജയിച്ചു. പിന്നീട് ഈ വിദ്യാർത്ഥികൾ തമ്മിൽ വാക്കേറ്റവും അത് സംഘർഷത്തിലേക്ക് മാറുകയും ഒക്കെ ചെയ്തു. അതിൽ പ്രതിഷേധിച്ചാണ് ഇന്നലെ പേരാമ്പ്രയിൽ പ്രാദേശിക ഹർത്താലിന് UDF പ്രവർത്തകർ ആഹ്വാനം ചെയ്തത്. ഈ ഹർത്താലിനിടെ CPM ഏരിയ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് പ്രസിഡന്റുമായ പ്രമോദിനെ കയ്യേറ്റം ചെയ്തു എന്നാണ് ആരോപിക്കുന്നത്. ഈ കയ്യേറ്റത്തിൽ പ്രതിഷേധിച്ചാണ് വൈകുന്നേരം LDF പ്രവർത്തകർ പേരാമ്പ്ര പട്ടണത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. ഇതേസമയം തന്നെയാണ് മറുവശത്ത് നിന്നും UDF പ്രവർത്തകരുടെ പ്രകടനവും എത്തിയത്. ഈ രണ്ട് പ്രവർത്തകരുടെ പ്രകടനങ്ങൾക്കും ഇടയിൽ പോലീസ് നിലയുറപ്പിക്കുകയും UDF പ്രവർത്തകരോട് ആ LDF പ്രവർത്തകർ നിൽക്കുന്ന വശത്തേക്ക് പോകരുതെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്നാൽ തങ്ങൾക്ക് പ്രകടനം നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അത് അനുവദിക്കണമെന്ന നിലപാടിലേക്ക് മാറിയ പ്രവർത്തകർ പോലീസുമായി വാക്കേറ്റവും കയ്യാങ്കളിയും ഒക്കെ ഉണ്ടായി. തുടർന്ന് ഷാഫി പറമ്പിൽ MP ആണ് ഈ പ്രകടനം ഉദ്ഘാടനം ചെയ്യുന്നത്. അതുകൊണ്ട് ഷാഫി എത്തിയാൽ മാത്രമേ അല്ലെങ്കിൽ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞാൽ മാത്രമേ തങ്ങൾ ആ സ്ഥലത്ത് നിന്നും മാറുകയുള്ളൂ എന്ന് UDF പ്രവർത്തകർ അറിയിച്ചു. എന്നാൽ പിന്നീട് ഷാഫി എത്തിയതോടുകൂടി പ്രവർത്തകരുടെ നിയന്ത്രണം കൈവിട്ടു പോവുകയും അതൊരു സംഘർഷത്തിൽ കലാശിക്കുകയും പോലീസുകാരുമായി ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും കല്ലേറുണ്ടായതോടുകൂടിയാണ് തങ്ങൾ തിരിച്ചു പ്രതികരണം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഈ MP അടക്കമുള്ളവർക്കെതിരെ ലാത്തി ചാർജ് നടത്തിയിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. ലാത്തി ചാർജ് നടത്തിയിട്ടില്ല, പോലീസിന്റെ ഭാഗത്ത് നിന്നുള്ള വിശദീകരണം പോലീസ് ലാത്തി ചാർജ് നടത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഷാഫിക്ക് എങ്ങനെ പരിക്കേറ്റു എന്നൊരു ചോദ്യമുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ പറയുന്നത് പോലീസിന്റെ ലാത്തി ചാർജിൽ പരിക്കേറ്റു എന്നുള്ളതാണ്. പോലീസിന്റെ വിശദീകരണം ലാത്തി ചാർജ് നടന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ഒരു പ്രശ്നമുണ്ടല്ലോ, പ്രവർത്തകരും പോലീസും തമ്മിലുള്ള ഈ ഒരു സംഘർഷം ഇത് കൂടുതൽ വ്യാപ്തിയിലേക്ക് ഈ പോലീസിന്റെ വിശദീകരണവും കൂടുതൽ ആവും എന്ന് തന്നെയല്ലേ കണക്കാക്കേണ്ടത്?